ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു ആൻഡ് മിസ്സിങ് യു. നിങ്ങളെ എത്രത്തോളം ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു, നിങ്ങളെ മിസ്സ് ചെയ്യുന്നു. ഓക്കെ, how deeply they are loving you and missing you. How deeply they are loving you or missing you. How deeply they are loving you. ഓക്കെ, യെസ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ശ്രമിക്കുന്നു, അതിന് വേണ്ടിയിട്ട് എന്തും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നുള്ളതാണ് 8 ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത്. അവർ ഒരുപാട് തരത്തിൽ, ഒരുപാട് ദിശകളിൽ നിന്നും അതിനായിട്ടുള്ള ശ്രമങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാം. ഒരുപാട് തവണ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. പക്ഷേ അവർക്ക് മുന്നിൽ തന്നെ വലിയ വലിയ തടസ്സങ്ങളാണ്. അതിൽ തന്നെ ഓൾറെഡി അവർ ഡിപ്രസ്ഡ് ആണെന്നുള്ളതാണ്. യെസ്, അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോഴും പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് സെപ്പറേഷനിൽ പോയവരാണെന്നുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് ക്ലാരിറ്റി ചെയ്ത് നിങ്ങളുമായിട്ട് റീയൂണിയൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സ്റ്റാർട്ടിങ് ടൈമിൽ അവരെങ്ങനെയാണോ പ്രപ്പോസ് ചെയ്ത് വന്നത് ആ ഒരു രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് തുടരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാം നിങ്ങളുടെ അരികിൽ വരാനുള്ളത് അത്രയേറെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും അവരതിനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് റിപ്പീറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഓവർഫ്ലോയിങ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്, ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത പ്രണയം നിങ്ങളോട് തുറന്നു പറയണം, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവർ മനസ്സിലാക്കുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവർ സന്തോഷിച്ചിരുന്നത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന മൊമെൻറ്റ്സിലായിരുന്നു. സോ ആ നിമിഷങ്ങളൊക്കെയും തന്നെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇപ്പോൾ നിങ്ങളെ ആ വ്യക്തി മിസ് ചെയ്യുന്നതെന്നും പ്രണയിക്കുന്നതെന്നും. അതിനുള്ള കാരണമായിട്ട് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി എനർജീസ് ഉണ്ട്. അതായത് മറ്റു ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സമയത്ത് അവരെടുത്ത തീരുമാനം അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞു പോയ വാക്കുകൾ തെറ്റായിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അവർ റിവേഴ്സായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ പോലും അവർ വളരെയധികം ഹാപ്പി ആയിട്ട് കാണുന്നു. കാരണം അവർക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടില്ല. നിങ്ങളെ പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കും എന്നുള്ളൊരു ട്രസ്റ്റ് ഇപ്പോഴും ആ വ്യക്തിയിലുണ്ട്. ആ ഒരു ട്രസ്റ്റിലൂടെ അവർക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി എനർജി ഇതുവരെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അത് നെഗറ്റിവിറ്റിയിലേക്ക് പോവാണ്. അതായത് അത് ഡ്രെയിൻ ചെയ്ത് പോവാണ്. ആ എനർജി വളരെ ലോവറായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ്
യെസ്, നിങ്ങൾ അവരെ ഒരിക്കലും വിട്ടു പോകരുതേ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഓരോ നിമിഷവും അവരുടെ ലൈഫിൽ ശൂന്യത പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ഏകാന്തത അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവർക്കുള്ള ഫീലിങ്സിൽ അതാണ് കാണുന്നത്. സോ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. അവരുടെ ലൈഫിൽ ഒരുപാട് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അവരതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഒരേ ഒരു കാര്യം മാത്രമേ അവർക്കുള്ളൂ, ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ, നിങ്ങൾ അവരുടെ ലൈഫിൽ തിരിച്ചു വരണം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഏകാന്തതയിൽ ഇങ്ങനെ തുടർന്ന് പോകണം എന്നവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം അവർ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ ലൈഫിലുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവർ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് യെസ്, ടവർ മൊമെൻ്റാണ് കാണുന്നത്. ഇതുവരെയും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തന്നെ തകർന്നടിയുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ലൈഫ് മൊമെൻറ്റ്സ് ആണ് എൻ്റർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ലൈഫിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്തൊക്കെ നിങ്ങൾ അവരെ അവഗണിച്ചിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയും കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ പൂർണ്ണമായ ഫോക്കസ് നിങ്ങളിലേക്ക് മാത്രമാണ്. മറ്റൊന്നിലേക്കും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ നിങ്ങളെ തിരിച്ചു കിട്ടണം ആ ഒരു പ്രാർത്ഥനയിലാണ്, ആ ഒരു ശ്രദ്ധയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ആ എനർജി കാണുന്നുണ്ട്. അവരുടെ സന്തോഷം അതിലാണ്, ആ ഒരു നിമിഷത്തിലാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ഒരു നിമിഷത്തിലാണ് അവരുടെ സന്തോഷം അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അവരൊരുപാട് പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വെൽവിഷറാണെന്നൊക്കെ നമുക്ക് പറയാം. അവർ ആ പ്രണയത്തിന് വേണ്ടിയിട്ട് അത്രയും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെ വിട്ടിട്ട് അവർ ഏത് ദിശയിലേക്കാണോ പോയത്, ഏത് കാര്യത്തിലേക്കാണോ, ഏത് വ്യക്തിയിലേക്കാണോ പോയത്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ പാഠങ്ങൾ പഠിച്ചിരിക്കുകയാണ്. അവർക്ക് അവിടെ നിന്നും യാതൊരു സന്തോഷവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് അത്രയും വേദനകൾ നിറഞ്ഞ സമയം മാത്രമായിരുന്നു അതൊക്കെ. അതിലിപ്പോൾ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ മറ്റു ചില സന്തോഷങ്ങളിലേക്ക് പോയി. അത് അവരുടെ തെറ്റ് തന്നെയാണ് എന്നിപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളൊക്കെയും നിങ്ങൾ മറികടക്കും. അതുപോലെ തന്നെ സന്തോഷകരമായിട്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒന്നിച്ച് ചേരുകയും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ലൈഫിൽ റിപ്പീറ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. അത്രയും നിങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന വേളകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ മനസ്സിന് തന്നെ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. അവർ ഫിസിക്കലി പോലും നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിന് എന്തോ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് അത് അത്രയും ഒരു ഡിപ്രഷനിലേക്ക് അവർ പോയിരിക്കുകയാണ്. കാരണം ഈ സാഹചര്യം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് അവർ ഒരുപാടായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഫുള്ളി ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് രീതിയിലായിരുന്നാലും അവരിപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ല, നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോട്ടിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പ്ലാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാണ്ടിരിക്കുക. ഓരോ ലൈഫ് ടൈമിലും ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലൈഫിൽ ഒരിക്കലും ഒരു കാര്യവും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നില്ല. ലൈഫിൽ ഓരോ സിറ്റുവേഷൻസും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. സന്തോഷമായിരുന്നാലും സങ്കടമായിരുന്നാലും ഒരിക്കലും അത് സ്ഥിരമായിട്ട് നിൽക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുമാത്രം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.